നമ്മളിന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് എന്താ പറയുക നമ്മുടെ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. അത് ആരുടെ എന്ന് പറയുന്ന സെറ്റ് ആയിരുന്നിരുന്ന ഒരു സിം വർക്ക് ആവാത്തൊരു പ്രശ്നം അല്ലേ? ബോർഡ് ക്ലിയർ അല്ലേ? ബോർഡ് സൗണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? റെഡിയാണ്. ഓക്കെ. അതിന്റെ ആള് വന്നിട്ടില്ല അതുകൊണ്ടില്ല. ഇന്ന് നെറ്റ്വർക്കിന്റെ ക്ലാസ്സാ. നെറ്റ്വർക്ക് അല്ല, ഒരു സിം കാർഡ് എന്തോ വർക്ക് ആവാത്ത പ്രശ്നം. അതിന്റെ ആളാരായിരുന്നു? നമ്മളെ ദിലു ആരായിരുന്നു? അതെ. എത്തിയിട്ടില്ല അല്ലേ? അപ്പോ ഇപ്പൊ ഒരു നോവ 3i സെയിം കണ്ടിട്ടുണ്ട്. സിമ്മ. അതെ. ഓക്കെ. ഇപ്പോ നിങ്ങൾ പഠിച്ചതിൽ നിങ്ങൾക്ക് ഓരോ വാല്യൂ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു കണക്ടറിൽ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്, അത് കറക്റ്റ് ആണോ, നല്ലതാണോ, വർക്കിംഗ് ഉള്ളതാണോ എന്നുള്ള ഏകദേശം ഇപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഒരു നമ്പർ നോക്കിയിട്ട്. അത് കാര്യത്തിൽ ഓക്കെ അല്ലേ? ആ. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോണത് എങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ സിം കാർഡ് വർക്ക് ആവാത്തായിക്കോട്ടെ, വൈഫൈ വർക്ക് ആവാത്തതായിക്കോട്ടെ, ഇനി അതല്ല നെറ്റ്വർക്ക് ആയിക്കോട്ടെ, ഇനി അതല്ല വേറെ എന്തെങ്കിലും ഓഡിയോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ആയി കഴിഞ്ഞാൽ അത് എങ്ങനെ റെഡിയാക്കാം എന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു സെക്ഷൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഫോൺ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് എന്തുണ്ട്? ഒരു ബാറ്ററി വേണം. ബാറ്ററിയിൽ എന്തുണ്ട്? ഒരു വി ബാറ്റ് വേണം. അപ്പോൾ ബാറ്ററിയിൽ ഒരു 3.8 വോൾട്ടേജ് ഉണ്ടാവും. അതേ വോൾട്ടേജ് തന്നെ എന്തുണ്ട്? ഒരു വി പി എച്ച് എന്ന രീതിയിൽ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് പോയിട്ട് ആ സെക്ഷനൊക്കെ എന്താ നമുക്ക് പഠിക്കാം. വി പി എച്ച് എന്നാവും, അല്ലെങ്കിൽ വി സിസ്റ്റം എന്നാവും. എന്നിട്ട് എന്ത് ചെയ്യും? അതും ഒരു 3.8 4 വോൾട്ട് എത്രയാണോ സോഴ്സ് വോൾട്ടേജ്, ആ സോഴ്സ് വോൾട്ടേജ് അതിൽ ആവും. പിന്നെ നമ്മൾ കുറച്ച് സി പി യുവിൻ്റെ വോൾട്ടേജ്, കുറച്ച് 1.8 ആർ കെ എം, എഫ് കെ എം, ഇങ്ങനെ കുറച്ച് വോൾട്ടേജുകളും നമ്മൾ ഇന്നലൊക്കെ പറഞ്ഞു. എഫ് കെ എം, റിയർ കെ എം വോൾട്ടേജ്, പിന്നെ 1.8 1.8 വോൾട്ടേജ്, എന്തൊക്കെ വോൾട്ടേജുകൾ ഉണ്ടോ അങ്ങനെ കുറേ വോൾട്ടേജുകൾ ഉണ്ടാവുന്നു നമ്മൾ പറഞ്ഞു. ക്ലിയർ അല്ലേ? വീഡിയോ ലാഗ് ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, കുറേ വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സെക്ഷൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എടുക്കാൻ പോകുന്നത് എന്താണ്? ഒരു സിം കാർഡ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ, അതായത് അതിൻ്റെ ഇന്റേണൽ സോഫ്റ്റ്വെയർ സെക്ഷൻസോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, ഒരു ഫിസിക്കൽ ഡാമേജ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് മിസ്സിങ്ങോ അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വാട്ടർ ഡാമേജ് സെറ്റോ വന്നതിന് ശേഷം ഉള്ള ഒരു കംപ്ലൈൻറ്റ്, അല്ലാതെ ഈ IME ഉണ്ടോ അങ്ങനത്തെ കേസുകളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല. അത് വേറെ ഇതിൽ നമുക്ക് എടുക്കാം. നമുക്കൊരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഒരു ട്രാക്ക് ചെക്ക് ചെയ്ത് ബാക്കോട്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെ നോക്കാമെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഒരു സിം ട്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിം ട്രേനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഒരു എത്ര ലെഗ് ഉണ്ടാവും സിം ട്രേൻ്റെ അകത്ത്? അറിയോ? 6 6. അതിൽ എത്ര പോയിന്റ് നമുക്ക് ആവശ്യമുണ്ടെന്ന് അറിയോ? 5 5. ഏതൊക്കെയാണ് അതിന്റെ വോൾട്ടേജ് എന്തെങ്കിലും അറിയോ? VSIM വി സിം. ഓക്കെ. പിന്നെ ഡാറ്റ, പിന്നെ CLK, ക്ലോക്ക്, പിന്നെ റീസെറ്റ്, പിന്നെ നോർമൽ. ഗ്രൗണ്ട്. ഇത്രയും പിന്നുകൾ ഒരു സിം ട്രേന്റെ അകത്ത്, അല്ലെങ്കിൽ സിം വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് ഇത്രയും സാധനങ്ങൾ ആവശ്യമുണ്ട്. ഈ സാധനങ്ങളൊന്നും കാണാതെ പഠിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടാവണ്ട. സ്കീമാറ്റിക്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ വി സിം എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് സിം. അപ്പൊ എന്താണ് വോൾട്ടേജ് സിം എന്ന് പറഞ്ഞാൽ? സിമ്മിന് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് എന്തായാലും തന്നെ വരണം, എന്നാലേ സിം കാർഡ് എന്ത് ചെയ്യുള്ളൂ, വർക്ക് ആവുള്ളൂ എന്നുള്ളതാണ് നോർമല്. പിന്നെ ഡാറ്റ, ക്ലോക്ക്,
ആവശ്യമായ ഡാറ്റയും ക്ലോക്കും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മൈക്രോ കൺട്രോൾ ആണെങ്കിൽ ഡാറ്റയും ക്ലോക്കും വേണം, അത് വർക്കാവും. റീസെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എന്താണോ അത് റീസെറ്റ് ചെയ്യാന്നുള്ളൊരു ഫങ്ഷൻസേ ഉള്ളൂ. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഗ്രൗണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. ഇനി ഇതിന് നമുക്കൊരു കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സിം കാർഡ് കംപ്ലൈന്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്ന ലെറ്റർ നോ സിം കാർഡ് എന്നായിരിക്കും ഫോണിനകത്ത് കാണിക്കുക. അപ്പൊ നോ സിം കാർഡ് എന്ന് പറഞ്ഞാൽ സിം എന്താവുന്നില്ല, ഡിറ്റക്ട് ആവുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം. രണ്ട് രീതിയിൽ എന്തുണ്ട്, ആ ഡിറ്റക്ഷന് കംപ്ലൈന്റ് വരാം. ഒന്ന്, ഇതിലുള്ള ഏതെങ്കിലും ഒരു ലൈന് മിസ്സായി പോവുക. ഒന്നുകിൽ റീസിമിന്റെ ലൈന് മിസ്സായി പോവുക, അല്ലെങ്കിൽ ഡാറ്റന്റെ ലൈന് മിസ്സായി പോവുക, അല്ലെങ്കിൽ ക്ലോക്കിന്റെ ലൈന് റീസെറ്റ് ഗ്രൗണ്ട്. ഇതിൽ ഏത് മിസ്സായി കഴിഞ്ഞാൽ സിം വർക്ക് ആവുമോ? ഇല്ല. വർക്ക് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നമ്മൾ ഓൾറെഡി റീഡിങ് എടുക്കാൻ പഠിച്ചിട്ടുണ്ടാവും. ആ റീഡിങ് എടുക്കാൻ പഠിച്ച നമുക്ക് എന്ത് പറ്റും, വി സിമ്മിൽ എത്ര ഇംപഡൻസ് വരുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ വി സിമ്മിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വി സിമ്മിന്റെ വോൾട്ടേജ് ഏകദേശം തോന്നുന്നു 1.8 വോൾട്ടേജ് ആണ് തോന്നുന്നു. 1.8 വോൾട്ടേജ്. അപ്പോൾ 1.8 വോൾട്ടേജ് ഏകദേശം വരുമ്പോൾ ഏകദേശം അതിൽ എത്ര ഇംപഡൻസ് ഉണ്ടാവും? ഇപ്പം നിങ്ങളുടെ കയ്യിൽ സ്കീമാറ്റിക്സ് ഇല്ല എന്ന് വിചാരിക്കുക. ഏകദേശം ഒരു 250 കൂട്ടാം നമുക്ക്. ഓക്കെ, 250 ഇംപഡൻസ് അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ ഡാറ്റയിലും ഏകദേശം ഒരു 250 300 അതുണ്ടാവും. ക്ലോക്കിലും ഏകദേശം അത്ര ഉണ്ടാവും. റീസെറ്റിലും അതുണ്ടാവും. ഗ്രൗണ്ടിൽ എത്ര ഉണ്ടാവും? 000. ഓക്കെ, 000. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇത് നമ്മൾ എവിടെ ഉണ്ടാവും? നമ്മുടെ നോക്കുന്ന സ്കീമാറ്റിക്സിന്റെ അകത്ത് ഈ വാല്യൂ അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ വി സിം വോൾട്ടേജിൽ നിങ്ങൾക്ക് സ്കീമാറ്റിക്സ് ഇല്ലാത്ത ഡിവൈസ് ആണ് കിട്ടുന്നത് എങ്കിൽ, എല്ലാത്തിനും സിമ്മിന്റെ എന്താണ്, ഒരു യൂണിവേഴ്സൽ ആണ് സിം. എല്ലാ രാജ്യത്തും എല്ലാ സ്ഥലത്തും സിം എന്താണ് ഒരേപോലെയുള്ളത്. സിമ്മിന് എന്ത് ചെയ്യുക, മാറ്റങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇതിന്റെ ഇന്റർ ഫങ്ഷൻസ് ഒക്കെ എന്താണ്, സെയിം ആണ്. അപ്പോൾ വോൾട്ടേജ് ലൈനിൽ വരുന്നിടത്ത് എത്ര വരിക എന്നുള്ളത് നമുക്കൊന്ന് കാണാതെ മനസ്സിലായി. ഡാറ്റയിൽ മനസ്സിലായി, ക്ലോക്കിൽ മനസ്സിലായി, റീസെറ്റിൽ മനസ്സിലായി, ഗ്രൗണ്ടിൽ മനസ്സിലായി. ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് കഴിഞ്ഞാൽ ഈ 250 കിട്ടേണ്ടടുത്ത് നമുക്ക് ഓയിലാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അടുത്തേക്കുള്ള കണക്ഷൻ മിസ്സിംഗ് ആണെന്ന് മനസ്സിലാവും. അതെങ്ങനെ, എന്തുകൊണ്ട് എങ്ങനെ മനസ്സിലായി? പറഞ്ഞോളൂ. ഒരു റീഡിങ് കാണിക്കുന്നുണ്ട്. ഒരു റീഡിങ്ങും കാണിക്കുന്നില്ല. അപ്പൊ എന്തായി, നമുക്ക് മനസ്സിലായി ഇവിടേക്കുള്ള കണക്ഷൻ മിസ്സിംഗ് ആണെന്നുള്ളത്. ഇതേ സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരു 0 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? ആ സെക്ഷൻ ഷോർട്ട് ആണെന്ന് മനസ്സിലാവും. ഷോർട്ടാന്ന് മനസ്സിലായി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരു 100 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി? ലീക്കേജ് ആണെന്ന് മനസ്സിലായി. ഇത്രയും നമുക്കിപ്പോ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഇത്രയും അറിവ് നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാതും നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. സർഫാൻ കാ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇന്നലെ പറഞ്ഞ മോഡൽ ഏരിയ മൂപ്പർ പറഞ്ഞ മോഡൽ അറിയോ? ഏതെന്നുള്ളത്? നിങ്ങളാ സാംസങ്ങാ? അല്ല, മറ്റേ ഓപ്പോ. ഓപ്പോ A71. MTK കോൽക്കോം ഏതാണ്? MTK. ഇതാണ് അതിന്റെ സിം ട്രേ. സിം കാർഡ് 1, സിം കാർഡ് 2 കണ്ടില്ലേ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്തുണ്ട്, ഇതിന്റെ റീഡിങ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഡാറ്റയിൽ എത്ര വരുന്നത്? 676, ക്ലോക്കിൽ 675, റീസെറ്റിൽ 671, VCCയിൽ 388. ഓക്കെ,
ഇത് നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുള്ളത് നമ്മുടെ ഒരു അസംഷൻ വെച്ചിട്ടുള്ള റീഡിംഗ് ആണ്. അത് എല്ലായിടത്തും നമ്മൾ 300 250 പറയാറുള്ളൂ. ഇനി അതെന്തുകൊണ്ട് ഇതിമക്ക് ഇങ്ങനെ ആയി എന്നുള്ള ചോദ്യം എന്ത് ചെയ്യരുത്, ചോദിക്കരുത്. ഓക്കെ, ക്ലിയർ ആയോ? യെസ് ഹലോ, യെസ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സോഫ്റ്റ്വെയറിനകത്ത് ആ നമ്പർ അവിടെ കാണുന്നുണ്ട്. ഡാറ്റയിൽ എത്ര ഉണ്ട്? 676 ഉണ്ട്. ക്ലോക്കിൽ 675 ഉണ്ട്. റീസെറ്റിൽ 671 ഉണ്ട്. VCCയിൽ 388 ഉണ്ട്. പിന്നെ ഗ്രൗണ്ട് അവിടെ ഓൾറെഡി ഉണ്ടാവും. അത് പിന്നെ സെപ്പറേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ 2 സിം കാർഡ് ഇതിനകത്ത് ഉണ്ട്. 2 സിം കാർഡിൻ്റെതും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ സംഖ്യയിൽ വരുന്ന കൂടലും കുറവുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് സൊല്യൂഷൻ എന്താണ്? നമ്മൾ ഇതിന്റെ ഈ ഒരു സംഖ്യന്റെ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ദിലുവിന്റെ കയ്യിൽ ആ ഫോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ 5 പോയിന്റിന്റെ റീഡിങ് നോക്കാൻ കഴിയുമോ? ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തുള്ളൂ. അതെ, അതൊന്ന് ഉറങ്ങിപ്പോയി ഇന്ന്. ഞാൻ ക്ലാസ് തുടങ്ങുമ്പോ തന്നെ കടയൊക്കെ എത്തണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഓക്കെ, എന്നാ നമുക്ക് നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, അതിലുള്ള ആ റീഡിങ് നോക്കിയിട്ട് നമുക്ക് ഞാൻ അതിന്റെ സ്കീമാറ്റിക്സിലേക്ക് പോവാം. അപ്പൊ ഇത് സംഗതി മനസ്സിലായല്ലോ. ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഞാൻ സ്കീമാറ്റിക് ചെക്ക് ചെയ്ത് റീഡിംഗ് എല്ലാം വളരെ കറക്റ്റ് തന്നെയാണ് ഏകദേശം. കറക്റ്റാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇനി ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇതിന്റെ റീഡിങ് എടുക്കുക എന്നുള്ളതാണ്. ഏത് സെക്ഷൻ ആണോ നമുക്ക് കംപ്ലൈന്റ്, ആ കംപ്ലൈന്റ് ഉള്ള ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അത് റിവേഴ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, തുടങ്ങേണ്ടത്. അതായത് ഒരു സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. അതായത് അതിന്റെ ആദ്യം തന്നെ എന്ത് ചെയ്യല്ല, ഫ്രണ്ടിൽ നിന്നല്ല തുടങ്ങുക, ബാക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക. ഒരു ചാർജ് കയറാത്ത പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മെയിൻ സപ്ലൈ വോൾട്ടേജിൽ കറണ്ട് ഉണ്ടോ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. 230 വോൾട്ട്. അതിന് ശേഷം അതിന്റെ 5 വോൾട്ട്. അതിനുശേഷം അതിന്റെ കേബിളിന്റെ ഔട്ട്പുട്ട്, പിന്നെ ചാർജിങ് കണ്ടർ ഔട്ട്പുട്ട്, പിന്നെ അതിന്റെ കോയിലിന്റെ ഔട്ട്പുട്ട്, പിന്നെ OVP-IC OVPന്റെ ഇൻപുട്ട്, അതിന്റെ ഔട്ട്പുട്ട്, ചാർജിങ്ങിന്റെ ഇൻപുട്ട്, ചാർജിങ്ങിന്റെ ഔട്ട്പുട്ട്. അതങ്ങനെ ബാക്കോട്ട് നമ്മൾ പോലെ. അത് നമുക്ക് ഒറ്റയടിക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്താൽ മതി, OVPന്റെ ഔട്ട്പുട്ടിൽ എന്തുണ്ടാ നോക്കിയാൽ മതി. 5 വോൾട്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. അത് എന്ത് ചെയ്യണം, നമ്മളൊരു പെട്ടെന്ന് അറിയാനുള്ള ഒരു മാർഗം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അത് ബാക്കോട്ടാണ് നമ്മൾ പോവുക. അല്ല, അങ്ങനെ തന്നെയല്ല പോവുക. ആദ്യം തന്നെ പോയി കണ്ട് എന്ത് ചെയ്യുക, ചാർജിങ് IC മാറുമോ? ചാർജിങ് കയറാത്ത കംപ്ലൈന്റിന് ഇല്ലല്ലോ. അപ്പോൾ അത് പഠിക്കുക, അത് മനസ്സിലാക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചാൻസ് ഞാൻ ഇവിടെ പറഞ്ഞുതരാം, നിങ്ങൾ എഴുതി വെച്ചോളി. ഇപ്പോൾ ദിലുവിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് നമുക്കറിയില്ല. ഇതിന്റെ ഓരോ ചാൻസും എന്തൊക്കെയാന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, റെഫറൻസ് എടുക്കുക. ഇതിൽ VSIM-ൽ ഈ 3 കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും എന്താണ്, ഷോർട്ട്, ലീക്കേജ്, ഓപ്പൺ ആണ്. എല്ലേതും ഇതിനൊക്കെ എന്താണ്, ബാധകമാണ്. ഓക്കെ, ആ നമ്പറും സിസ്റ്റം ഒക്കെ എന്താണ്, ഇതിനൊക്കെ ബാധകമാണ് അല്ലേ? അപ്പൊ ഇതിൽ ഒരു ഡാറ്റയ്ക്ക് ഒരു ഓയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതും, ക്ലോക്കിൽ ഓയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതും, റീസെറ്റിൽ ഓയിൽ വന്ന് എന്ത് ചെയ്യണം എന്നുള്ളതും, VSIM-ൽ ഓയിൽ വന്ന് എന്ത് ചെയ്യണം എന്നുള്ളതും നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ അറിയോ എന്ത് ചെയ്യണം എന്നുള്ളത്? ഇർഫാൻ കാക്ക് എന്ത് ചെയ്യാണ്, VSIM-ൽ OL എന്ന് പറയുന്ന നമ്പർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ അതിന്റെ അടുത്തുള്ള അവിടുന്ന് ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. അത് ചെക്ക് ചെയ്യും. ഇതിലെ ഡയഗ്രാം എടുത്തിട്ടേ അവിടെയൊക്കെയുള്ള കണക്ഷൻ കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് നോക്കൂ. ഓക്കെ, ശേഷം പിന്നെ അത് ഇല്ലെങ്കിൽ അതെടുത്ത് ജമ്പർ ചെയ്യും. അല്ലെങ്കിൽ അതുണ്ട്, പിന്നെ അതിന്റെ അവിടുന്ന് തൊട്ട് IC-യിലേക്കോ ഇതിലേക്കോ പോകുന്നുണ്ടെങ്കിൽ അതും കൂടി ഫുള്ള് ചെക്ക് ചെയ്തു. ഓക്കെ, യെസ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സ്കീമാറ്റിക്സ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെക്ക് ചെയ്ത് നോക്കാം. സ്കീമാറ്റിക്സ് ഇല്ല ഇതിന്റെ, ബിറ്റ് മാപ്പ് ഉള്ളേ. ബോർഡിലേക്ക് എല്ലാവരും വാങ്ങിയതല്ലേ? ഓക്കെ, ഇതാണ് അതിന്റെ കണക്ഷൻ വരുന്നത്. ഇത് ഡാറ്റന്റെ കണക്ഷൻ ഉണ്ട്. ഡാറ്റന്റെ കണക്ഷന് നമ്മൾ ഇതിൽ OL ആണ് കിട്ടിയത് എങ്കിൽ ഇത് എങ്ങോട്ടാണ് പോടുന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു 2 സാധനം ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട് ഇവിടെ.
ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്. ഇതിന്റെ ഔട്ട്പുട്ട് നേരെ എങ്ങോട്ടാ പോണ്? CPU അല്ലേ? കാണുന്നുണ്ടോ? ഓ കാണുന്നുണ്ട്. കാണുന്നുണ്ട്. പക്ഷെ ഇതിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് കപ്പാസിറ്റർ ആണോ? ഏ എങ്ങനെ? അതായത് ഇങ്ങനെ വരുന്ന മൾട്ടിപ്പിൾ കമ്പോണന്റ് ആയിട്ട് വരുന്ന സർക്യൂട്ടുകൾ ഉണ്ടാവും. അതായത് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഡയറക്റ്റ് ഒരു ലൈനിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഡയറക്റ്റ് ഒരു IC-യിലേക്കാണ് പോകുന്നത് എങ്കിൽ നമുക്കൊരു ഇമ്പിഡൻസ് ഈ കറക്റ്റ് ഈ ഒരു പോയിന്റിലേക്കാണ് പോകുന്നത് എങ്കിൽ അവിടെ ഇമ്പിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുക, അത് കണക്ഷൻ ബ്രേക്കിംഗ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രശ്നം ഇങ്ങനത്തെ സർക്യൂട്ടിൽ, അതായത് 1, 2, 3, 4 എന്ന് പറഞ്ഞു പോകുന്ന സർക്യൂട്ടിൽ വേറൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഡിങ് ഉണ്ടെങ്കിലും പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഫങ്ഷൻസ് അവിടെ നടന്നോളുന്നില്ല. എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പോൾ നിലവിൽ സാഹചര്യത്തിൽ അവിടെ ഓയിലാണ് കാണിച്ചത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും, അല്ലേ? ഫസ്റ്റ് ചെയ്യലതാണല്ലോ. അതെ. അപ്പോൾ ഇവിടെ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ ഈ രജിസ്റ്ററിന്റെ വാല്യൂ നോക്കിയിട്ട് ആ വാല്യൂ ഈ രജിസ്റ്റർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. ആ വാല്യൂ അത് ഓക്കെ ആണ്. പിന്നുള്ളത് പിന്നുള്ളത് എന്താണ്, ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? സ്കീമാറ്റിക്സ് ഇല്ലാത്തതുകൊണ്ട് അതിന് എത്ര വാല്യൂ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? സ്കീമാറ്റിക്സ് ഇല്ലാത്തതുകൊണ്ട് എത്ര വാല്യൂ ഉണ്ടെന്നുള്ളത് അത് നമുക്ക് വേറെ സിം കാർഡ് സെക്ഷനിൽ ഇതേപോലത്തെ രജിസ്റ്റർ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോ ഇവിടെ പിന്നെന്തുണ്ട്? VSIM1 PMU VSIM1 PMU എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് ഒരു വോൾട്ടേജ് ആണ്. ഇല്ലേ? ഇവിടെ എന്ത് വരുന്നുണ്ട്? ഇതിനിവിടെ ഏരിയ ഉണ്ട് VSIM1 PMU. അപ്പൊ VSIM-ന്റെ വോൾട്ടേജ് ഇവിടെ വരുന്നുണ്ടോ നോക്കണം. മനസ്സിലായോ? പറഞ്ഞാൽ ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ എഴുതിയിട്ടുള്ളത് അവിടെ വരുന്ന ഡാറ്റ ലൈൻ ആണ്. ഓക്കെ. ഈ സർക്യൂട്ടിന്റെ മറ്റൊരു പ്രശ്നം, നമ്മൾ സ്കീമാറ്റിക്സ് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഞാനത് വരച്ച് കാണിച്ചു തന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഡാറ്റ ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇതിങ്ങനെ പോയിട്ട് ഇവിടെ റെസിസ്റ്റർ, പിന്നെ വേറൊരു റെസിസ്റ്റർ, പിന്നെ വേറൊരു റെസിസ്റ്റർ. ഇത് ഡാറ്റ ലൈനാണ്. ഇത് PMU VSIM PMU. പിന്നെ CPU. ഇത് PMU 1.8 വോൾട്ടേജ് നേരെ സിമ്മിന്റെ VSIM ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഈ ലൈന് നേരെ പവർ IC. എന്തെങ്കിലും മനസ്സിലാവുണ്ടപ്പോ? ആ സർക്യൂട്ട് ഇപ്പൊ നമ്മൾ വരച്ചതാണ്. ബോർഡ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അതായത് ഡാറ്റ ലൈനിൽ നമുക്ക് എന്ത് കിട്ടി? ഡാറ്റ ലൈനിൽ ഓയിൽ കിട്ടി കഴിഞ്ഞാൽ ഡാറ്റ ലൈന് വരുന്നത് എന്താണ്? CPU എന്നാണ് വരുന്നത്. ഡാറ്റ ലൈന് വരുന്നത് CPU നിന്നാണ് ഡാറ്റ ലൈന് വരുന്നത്. അത് ഒരു റെജിസ്റ്റർ വഴി വേറെ റെജിസ്റ്റർ വഴി 2 റെജിസ്റ്റർ വഴി എന്ത് വരുന്നുണ്ട്? ഡാറ്റ ലൈൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡാറ്റ ലൈനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? VSIM-ന്റെ 1.8 വോൾട്ട് ഒരു റെജിസ്റ്റർ വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലേക്ക് ജോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, ഇവിടെ നിങ്ങൾക്ക് OL കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈനിൽ OL എന്നുള്ള സംഖ്യ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ഇവിടെ വരണം പറയാൻ പറ്റുമോ? ഇത് നമുക്ക് എന്ത് ചെയ്യാം? R1 എന്ന് കൊടുക്കുക, ഇത് R2 കൊടുക്കുക, ഇത് R3 കൊടുക്കുക. ഓക്കെ. ഇവിടെ OL എന്ന് വരണം എന്നുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ട് ഇവിടെ OL വരിക?
ഈ സർക്യൂട്ട് മനസ്സിലായല്ലോ അല്ലേ? ആ, ആ. നിങ്ങൾ ഇനി എന്ത് ചെയ്യുക, നിങ്ങളെ ബോർഡിനെ എടുത്തിട്ട് ഒന്ന് വരച്ച് നോക്കിയാൽ മതി. ഇതേപോലെയാണ് സർക്യൂട്ട് വരുന്നത്. ഈ ഡാറ്റ ലൈൻ CPക്ക് പോകുന്നുണ്ട്. 1.8 റെജിസ്റ്റർ വഴി ഡാറ്റ ലൈനിൽ കൊടുത്തിട്ടുണ്ട്. റെജിസ്റ്റർ വഴി സിമ്മിൻ്റെ ഇതിലേക്ക് വരുന്നുണ്ട്. ഇവിടെ OL വരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സാധ്യതകൾ ഒരുമിച്ച് വരണം? പറഞ്ഞോളൂ. R1 ഡാമേജ് ആയാല് R1 ഡാമേജ് ആയി കഴിഞ്ഞാൽ എന്താവും? R1 ഡാമേജ് ആയി കഴിഞ്ഞാൽ OL വരും. പിന്നെ അതിന് ഇന്റേണൽ പ്രിന്റ് ഡാമേജ് ആവുന്ന കേസ് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് നമുക്കത് ഇവിടുന്ന് കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അതൊരു സാധ്യതയാണ് എന്ത് ഇന്റേണൽ പ്രിന്റ് ഡാമേജ് ആവുക എന്നുള്ളത്. ഒന്നുകിൽ സിംട്ര എന്താവുക, ഇളകിക്കെടുക്കുക, സിംട്രന്റെ അകത്ത് ഫംഗസ് വരിക, അങ്ങനത്തെ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യില്ല, ഇവിടേക്ക് കണക്ഷൻ കിട്ടൂല, OL വരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കോമൺ ആയിട്ടുള്ള ഒരു ഐഡിയക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? ഹലോ. അങ്ങനത്തെ കേസുകൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയണ്ടല്ലോ. കാരണം ഓൾറെഡി ആ സാധനം ഇപ്പൊ ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ടില്ല, ഡിസ്പ്ലേ വരില്ല എന്ന് നമുക്ക് അറിയാലോ. അപ്പൊ സിമ്മിന്റെ ട്രേ കണക്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ OL കാണിക്കും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അല്ലാതെ എന്ത് കാരണം കൊണ്ടാണ് ഇവിടെ OL വരിക? R2 R3 രണ്ടും കംപ്ലൈന്റ് ആയിരുന്നു. പിന്നെന്ത് ചെയ്യണം? R1 R2 R3 എന്താവണം, ഒരുമിച്ച് ഡാമേജ് ആവണം. R1 ഓക്കെ ആയിരിക്കും, പക്ഷെ R2 R3 ഒരുമിച്ച് ഡാമേജ് ആവണം. അല്ലെങ്കിൽ ഇത് മൂന്നും, ഇത് പിന്നെ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഡാമേജ് ആയി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇനി 3 ഡാമേജ് ആയി കഴിഞ്ഞാൽ എന്ത് വരും? അവിടെ എന്ത് വരും? OL വരൂലേ? R1 R2 R3 ഡാമേജ് ആയി കഴിഞ്ഞാലും ഇവിടെ എന്ത് കാണിക്കും? OL കാണിക്കും. പിന്നെന്താ വരിക? പറഞ്ഞോളൂ. പിന്നെ OL വരണമെങ്കിൽ ഇതൊക്കെ 1 മിനിറ്റിനുള്ളിൽ തീർക്കാവുന്നതേ ഉള്ളൂ. പറയുന്ന സിപിയുവിന്റെ പ്രശ്നം കൊണ്ട് എങ്ങനെ സിപിയുവിന്റെ സിഗ്നൽ CPUവിന്റെ സിഗ്നൽ കിട്ടാഞ്ഞാല് OL വരുമോ? നിങ്ങൾ പറയും, നിങ്ങൾക്ക് ആ സർക്യൂട്ട് നോക്കിയിട്ട് എങ്ങനെ വേറെ പൊടുന്ന നേരം അല്ലല്ലോ കയ്യില്. നിങ്ങൾ പറഞ്ഞോളൂ, സൂക്ഷിച്ച് നോക്കിക്കോളി. ചെക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടും. എന്നാലും കൂടെ ചോദിക്കാണ്, സിഗ്നൽ വന്നില്ലെങ്കിൽ അതായത് CPUവിന്റെ സിഗ്നലും പവറൈസിന്റെ സിഗ്നലും ഒരുമിച്ച് കട്ടായി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഇത് മൂന്നും ഓക്കെ ആണ്. CPUവിൻ്റെതും പവറൈസിൻ്റെതും എന്താണ് ഡാമേജ് ആവുക. ഇവിടെ OL വരുമോ? വരൂലേ? വരും. കാരണം ഇത് പവറൈസ് ചെയ്യുന്ന ലൈനാണ്, ഇതാണ്. അപ്പോൾ OL വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരിക. അത് നമുക്ക് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് ഇവിടേക്കുണ്ടോ നോക്കുക, ഇതിന്റെ വാല്യൂ കറക്റ്റ് ആണെന്ന് നോക്കുക, ഇതിന്റെ വാല്യൂ കറക്റ്റ് ആണെന്ന് നോക്കുക, ഇതിന്റെ വാല്യൂ കറക്റ്റ് ആണെന്ന് നോക്കുക. അതേപോലെ തന്നെ ഈ റെസിസ്റ്റർ റിമൂവ് ചെയ്തിട്ട്, ഈ റെസിസ്റ്റർ ഉണ്ടല്ലോ, ഇത് റിമൂവ് ചെയ്തിട്ട് CPU എന്നുള്ള ഇംപെഡൻസ് ഇവിടെ എത്തുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നോക്കണം. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ദിലു, നിങ്ങൾ പറഞ്ഞു ഇവിടെ ഇംപെഡൻസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോ ഈ ഇംപെഡൻസിന് കിട്ടുന്ന അതിൽ കാണിച്ച മാതിരി ഒരു 600 റീഡിങ് വരണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണക്ട് ചെയ്തപ്പോഴുള്ള റീഡിംഗ് ആണ് അവിടെ വരിക അല്ലേ? ഇൻ കേസ് ഈ CPU ലൈൻ ഇവിടെ മിസ്സിംഗ് ആയി കഴിഞ്ഞാലും ഇവിടെ എന്ത് കാണിക്കും? 600 കാണിക്കും. കാരണം ഈ ഡാറ്റ എവിടെ പോകുന്നുണ്ട്? ഇവിടേക്ക് പോകുന്നുണ്ട്, ഇല്ലേ? പോകുന്നില്ലേ? ഇൻ കേസ് ഇതിവിടെ ഓക്കെ ആണ്, ഇതിവിടെ ഡാമേജ് ആണ്, ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 600 500 റീഡിങ് ഇവിടെ കാണിക്കൂലേ? കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സർക്യൂട്ട് ഇങ്ങനെ വരച്ചിട്ട് പവറൈസിൽ നിന്നുള്ള ലൈന് ഓക്കെ ആണെന്ന് അറിയാൻ വോൾട്ടേജ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിം ഇട്ട് കഴിഞ്ഞ് ഡിറ്റക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് വരുള്ളൂ. അപ്പൊ നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യല് ഈ മദർ ബോർഡ് തിരിച്ചിട്ടും മറിച്ചിട്ടും വെക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, ഇല്ലേ? ഇൻ കേസ് എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതൊന്ന് സിമ്മൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക? വോൾട്ടേജ് ഓൺ ആവുന്ന സമയത്ത് വരുന്നുണ്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ എന്ത് ചെയ്യും? സോൾവ് ആയി. പവർ ഐ സി എന്നുള്ള കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് സോൾവ് ആയി. രണ്ടാമത് ചെയ്യാൻ പറ്റിയ മാർഗം
ഈ റെസിസ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ഓക്കെ, ഉം. റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടെ ഇമ്പിഡൻസ് ഉണ്ടോ നോക്കണം. ഓക്കെ, റിമൂവ് ചെയ്യാണ്ട് remove ചെയ്യാണ്ട് ചെയ്യാണ്ട് നമുക്ക് നോക്കാൻ കഴിയില്ല. കാരണം അതെന്ത് ചെയ്യും? ഇങ്ങോട്ട് ലൂപ്പായിട്ട് വരുന്നത് കൊണ്ട് ഇവിടുത്തെ മിക്സ് ആയിട്ട് വരും. അതുകൊണ്ട് നമുക്ക് അത് Okay. പോസിബിൾ അല്ല. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ ഞാൻ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചെക്ക് ചെയ്ത് തോന്നുന്നുണ്ട് റിമൂവ് ചെയ്യാൻ. അപ്പൊ എന്തായി? ഇവിടെ നിന്നുള്ള ഇമ്പിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. പവർ ഐസിയിൽ നിന്നുള്ള റീഡിങ് ഇതുവരെ ഓക്കെ ആണ്. അപ്പൊ എന്തായി? നമുക്ക് ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇത് ഓക്കെ ആയി, ഇതിന്റെ വാല്യൂ ഓക്കെ ആണ്. അതേപോലെ തന്നെ സി പി യു എന്നുള്ള ലൈൻ ഉണ്ടോ നോക്കാൻ വേണ്ടി റെസിസ്റ്റർ നമ്മൾ റിമൂവ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ചെക്ക് ചെയ്തു. അപ്പൊ ഇവിടെ ഇമ്പിഡൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഈ R2 ഓക്കെയാണ്, ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്. വി സിമ്മിൽ നമ്മൾ എന്ത് ചെയ്ത്? ഓൾറെഡി ഇമ്പിഡൻസ് നോക്കി, അതേപോലെ വോൾട്ടേജ് നോക്കി, വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ ഈ സംഗതി എന്ത്? ഈ രണ്ട് ലൈനും ഓക്കെ ആയി. ക്ലിയർ ആയില്ലേ? ഈ രണ്ട് ലൈനിൽ ഇത്രയും കാര്യങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രണ്ട് ലൈൻ നമുക്ക് പിന്നെ നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെയും പോയിട്ട് റെസിസ്റ്റർ മാറ്റുക വേറെ ടോക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യം മാത്രം ഇതിൽ ചെയ്താൽ മതി. ഈ രണ്ട് ലൈനിന്റെ കാര്യത്തിൽ 100% എന്തായി? കൺഫർമേഷൻ കിട്ടി. ക്ലിയർ ആയോ? വിസിമും ഡാറ്റയും അല്ലേ? വി സിമും ഡാറ്റയും. ഇപ്പൊ വി സിം നമുക്ക് പിന്നെ ഡയറക്റ്റ് ലൈൻ ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ചൊറകളൊന്നുമില്ല. പക്ഷെ ഡാറ്റ ലൈനിൽ ഈ ഒരു 3 റെസിസ്റ്റർ വരുന്നതുകൊണ്ട് ഈ 3 റെസിസ്റ്ററിന്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കോൾകോമിലും MTK-ലൊക്കെ ഒരേ മാതിരി തന്നെ അല്ലേ വരുന്നത്? അല്ല, ഇത് ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിം എന്ന് പറയുന്നത് എല്ലാത്തിനും കോമൺ ആണ്. വൈഫൈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഗതിയാണ് എന്നുണ്ടെങ്കിലും നമുക്കത് കോൽകോം ആണ് എന്നൊന്നും നമ്മളെ മുന്നിൽ എന്തില്ല, പ്രശ്നമില്ല. നമ്മളെ മുന്നിൽ വേണ്ട എന്താണ്? ഇങ്ങനത്തെ റീഡിങ്ങും കപ്പാസിറ്റി റെസിസ്റ്റർ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? അതോട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഞങ്ങൾ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവണം എന്ത്? ഇത് മിസ്സിംഗ് ആയാലും ഇത് കോൽകോം ആണെങ്കിലും ഇന്റൽ ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും ഏതാണെങ്കിലും ഇവിടെ 600 കിട്ടുന്നുണ്ട്, വർക്ക് ആവുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇത് റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അത് ഐഫോൺ ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും സാംസങ് ആണെങ്കിലും ഓപ്പോ ആണെങ്കിലും. അതേപോലെ ഇവിടുത്തെ റീഡിങ് കറക്റ്റ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ റിമൂവ് ചെയ്തിട്ട് ഇവിടെ നോക്കണം എന്നുള്ളതാണ് അതിന്റെ എന്ത്? ബേസ്. അതിന് ഐഫോൺ ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, മാക്ബുക്ക് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതാണ് ഇതിന്റെ ബേസ്. ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഫോണിന്റെ ബ്രാൻഡ് മാറും എന്ന് വിചാരിച്ചിട്ട് ഇല്ലല്ലോ? മാറുമോ? ഇല്ല. അപ്പൊ അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ കോൽകോം എന്തോ ആയിക്കോട്ടെ, അത് നമ്മളെ വിഷയമല്ല. ഇനി കോൽകോമിൽ ഇനി ചിലപ്പോൾ എന്തുണ്ടാവില്ല, ഈ ലൈൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ ഈസി അല്ലേ? നമുക്ക് ഇത് മാത്രം ചെക്ക് ചെയ്താൽ പോരെ? അത്രയല്ലേ എപ്പോഴും സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ ചിലതിൽ ചിലപ്പോൾ ഇത് ഡയറക്റ്റ് ആണെങ്കിലോ, അങ്ങനെ ഡയറക്റ്റ് ആണെങ്കിലോ, അല്ലേ? നമ്മളെ സംബന്ധിച്ച് ഡാറ്റന്റെ ലൈന് കൺഫർമേഷൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ ഇങ്ങനെയാണ്. അടുത്ത സർക്യൂട്ടിൽ ഇവിടെ വേറെ ചിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചിപ്പ് ബേസ് ചെയ്തിട്ട് ബാക്കിലേക്ക് പോകേണ്ടി വരും. അത് നമുക്ക് അങ്ങനെ ഒരു സർക്യൂട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത്? വി സിമും ഡാറ്റയും നമ്മൾ എന്ത് ചെയ്ത്? നമ്മൾ പ്രൂവ് ചെയ്ത് കംപ്ലൈന്റ് ഇല്ല എന്നുള്ളത്. നമുക്ക് 600 കിട്ടി. പക്ഷെ 600 തന്നെ ആണോ വരുന്നത് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത്? ഇതിങ്ങനെ ബ്രേക്ക് ചെയ്ത് നോക്കി, ഇത് ബ്രേക്ക് ചെയ്ത് നോക്കി, വോൾട്ടേജ് വരുന്നുണ്ട്. ഈ ഒരു 3 റെസിസ്റ്റർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് രണ്ട് കണക്ഷൻസ് എന്തായി? സെറ്റായി. അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ വി സിമ്മില് വോൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സിം ഇടണമെന്നുണ്ടോ? വി സിമ്മിൽ അതായത് സെറ്റ് ഓൺ ആയി വരുന്ന ആ ഒരു സമയത്ത് മാത്രമേ അവിടെ വോൾട്ടേജ് വന്നുള്ളൂ. സിമ്മിൽ ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ വോൾട്ടേജ് അവിടെ പോകും. മനസ്സിലായോ? അതാണ് അത്. ആ ഓൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെ മൾട്ടിമീറ്റർ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. അത് സിം ഇല്ലാന്ന് കണ്ട സിം ഉണ്ടോ നോക്കാൻ വേണ്ടി, സിം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? വോൾട്ടേജ് വരും. അത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകും. അപ്പോ ഇപ്പൊ പറഞ്ഞ ഈ സർക്യൂട്ട് ഉണ്ടല്ലോ, ഈ സർക്യൂട്ട് ഒട്ടുമിക്ക സർക്യൂട്ടിനകത്തും വരുന്നതാണ്. സിമ്മിന് സർക്യൂട്ടിന് മാത്രമല്ല, അത് വൈഫൈ കംപ്ലൈന്റ് ആകുമ്പോഴും ബ്ലൂടൂത്ത് കംപ്ലൈന്റ് ആകുമ്പോഴും നെറ്റ്വർക്ക് കംപ്ലൈന്റ് ആകുമ്പോഴൊക്കെ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഒരു പക്ഷേ നിങ്ങൾ ഇതേപോലെ നോക്കാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ വാല്യൂ കറക്റ്റ് ആണ്, സെറ്റ് വർക്ക് ആവുന്നില്ല എന്ന് പറയുന്നത്. അത് നമുക്ക് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 തുടങ്ങാനുള്ള ഓരോ സ്റ്റെപ്പ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഈ രണ്ടാമത്തെ കേസ് നമ്മളെ ലൈൻ ഏതായിരുന്നു? നമുക്കുള്ളത് ഏതാണ്? അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്ത്? വെരിഫൈ ചെയ്തു. ഡാറ്റ ലൈൻ നമ്മൾ വെരിഫൈ ചെയ്തു. നമ്മുടെ മുന്നിലുള്ള രണ്ട് ലൈനാണ്. ഒന്ന് ക്ലോക്ക് CLK. ക്ലോക്കിന്റെ നമ്മൾ ഇതേപോലെ നോക്കുകയാണ്. രണ്ടാമത്തെ ഇതാണ് ക്ലോക്കിൻ്റെത് വരുന്നുണ്ടോ നോക്കാൻ
ഓസിലോസ്കോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലോക്ക് സിഗ്നൽ ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ഓസിലോസ്കോപ്പ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ടെൻഷൻ ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത റീഡിങ് ഇമ്പഡൻസ് നോക്കി. ഇമ്പഡൻസ് നോക്കുമ്പോൾ ഇതേപോലെ ആണ് എന്ത് ചെയ്യുന്നത്, സർക്യൂട്ട് വരുന്നത്. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡയോഡ് ഉണ്ട്. ഇവിടേക്ക് ഇത് റെസിസ്റ്ററിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് അത് നേരെ സി പി യിലൊക്കെ പോകണം. അതിനകത്ത് പ്രത്യേകിച്ച് സർക്യൂട്ട് ഒന്നുമില്ല. ഒരു ക്ലോക്ക്, ഒരു റെസിസ്റ്റർ, പിന്നെ സി പി യു, പിന്നെ ഇവിടെ ഒരു മറ്റേ ഡയോഡ്. നമ്മൾ അതിൻ്റെ സർക്യൂട്ട് ഇത്രയേ ഉള്ളൂ. ക്ലോക്കിൽ സി എൽ കെ ഇത്രയേ ഉള്ളൂ. ഒരു റെസിസ്റ്റർ ഉണ്ട് R1, ഒരു ഡയോഡ് ഉണ്ട്, പിന്നെ ഒരു സി പി യു ഉണ്ട്. ഇതിൻ്റെ വാല്യൂ ഈ പറഞ്ഞ മാതിരി 600 കിട്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റെസിസ്റ്റർ ഡാമേജ് ആവണം, അല്ലെങ്കിൽ സി പി യു അടുത്തുള്ള കണക്ഷൻസ് എന്താവണം, ഡാമേജ്. ഈ രണ്ട് സാധ്യത അതിലുള്ളൂ അല്ലേ. ഒന്നെങ്കിൽ റെസിസ്റ്റർ ഡാമേജ് ആവണം, അല്ലെങ്കിൽ സി പി യുടെ ലൈന് ഡാമേജ് ആവണം. എന്നാലേ നമുക്ക് 600 കിട്ടാതിരിക്കുള്ളൂ. D1 ഓൾറെഡി റിവേഴ്സ് ബയാസിൽ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് കാണിക്കൂല, റിവേഴ്സ് ബയാസിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓയിലാണ് കാണിക്കുക അല്ലേ. അറിയില്ലേ? ഹലോ, അത് അറിയാലോ. അതറിയാലോ. അപ്പൊ പിന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓൾറെഡി ഡയോഡ് റിവേഴ്സ് ബയാസിൽ ഓയിൽ കാണിക്കുന്ന പറഞ്ഞാൽ പിന്നെ അത് ഓക്കെ. ഇവിടുന്ന് എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു മൾട്ടിമീറ്റർ ഇവിടേക്ക് ചെക്ക് ചെയ്യാണ്. ഇതിന് R1 വാല്യൂ അവിടെ കാണിക്കും. സി പി യുവിന്റെ ഇത് ഇവിടെ ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് മൾട്ടിമീറ്റർ വെച്ചിട്ട് ഈ ഒരു സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇംപെഡൻസ് നോക്കിയാൽ മതി. രജിസ്റ്റർ റിമൂവ് ചെയ്യണമെന്ന് എന്തില്ല, നിർബന്ധമില്ല. കാരണം എന്താ, ഈ ഒരു ലൈന് വേറെടുക്കും പോകുന്നില്ല. അവിടെ എൻഡ് പോയിന്റ് ആണ്. സിമ്മിന്റെ അകത്ത് ഇതെന്താണ്, എൻഡ് കണക്ഷൻ ആണ് അല്ലേ. ഇത് ഇവിടുന്ന് ലൂപ്പ് ചെയ്തിട്ട് വേറെ കൊണ്ട് പോകണില്ലല്ലോ. ഇത് ലൂപ്പ് ചെയ്തിട്ട് ഒരു രജിസ്റ്റർ എടുത്തിട്ട് വേറെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ഊരിട്ട് ചെക്ക് ചെയ്താൽ മാത്രം എന്തേ ഉള്ളൂ, ഇത് ഇവിടെ നിന്നുള്ള റീഡിംഗ് ആണോ ഇവിടുന്ന് റീഡിംഗ് ആണോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആയോ? ഹലോ, മനസ്സിലായോ? ഷർഫാൻ കാ, ഓക്കെ ഓക്കെ. അതായത് ഇവിടെ റെജിസ്റ്റർ ഉണ്ട്, ഇത് ഞാൻ ഗ്രൗണ്ട് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് ഇവിടുന്ന് വരുന്നതാണോ ഇവിടുന്ന് വരുന്നതാണോ അറിയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ റെജിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഊരി ചെക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഈ റെജിസ്റ്റർ ഇവിടെ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഊരേണ്ട ആവശ്യമില്ല. കാരണം സിമ്മിന്റെ എൻഡിൽ പിന്നെ അവിടെ എൻഡിൽ പോയിട്ടാണ് കണക്ഷൻ നിൽക്കുന്നത്. അവിടുന്ന് വേറെ ഒന്നും പോണില്ലല്ലോ. പിന്നെ ഉള്ളത് ഈ ഒരു റെജിസ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ റെജിസ്റ്റർ ഊരാത്തന്നെ എന്ത് ചെയ്യുക, ഇവിടെ വാല്യൂ ഉണ്ടോ നോക്കിയാൽ മതി. അതായത് സിംട്രേന്റെ അകത്ത് വരുന്ന ക്ലോക്കിൽ കറക്റ്റ് വാല്യൂ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു റെജിസ്റ്റർ മാത്രം ഉണ്ടായത് കൊണ്ട് ഡയറക്റ്റ് സി പി യുയിലേക്ക് ആയതുകൊണ്ട് അതിന് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. അപ്പൊ ഇവിടെ ഓയിലാണ് കാണിക്കുന്നത്, റെജിസ്റ്റർ ചെക്ക് ചെയ്ത് നോക്കുക. റെജിസ്റ്ററിന്റെ ഇപ്പുറത്ത് ഓയിലാണ് കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട എന്താ, സി പി യു റീബോൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ അവിടെ നോക്കേണ്ടത്. ഇവിടെ വാല്യൂ കുറവാണ് എന്നുണ്ടെങ്കിൽ ഡയോഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. ഡയോഡിന് എന്തെങ്കിലും ലീക്കേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ കുറയും. ഓക്കെ. പിന്നെ ഒരു കമ്പൗണ്ട് മാത്രമല്ലേ ഉള്ളൂ. ഡയോഡ് ഊരിട്ടാ പോരെ, ഊരിട്ടാൽ മതി. ഊരിട്ട് കാണുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. വാല്യൂ കറക്റ്റ് ആവില്ല. അപ്പോൾ വാല്യൂ കറക്റ്റാ. വാല്യൂ കുറവാണ് എന്നുണ്ടെങ്കിൽ ഡയോഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മാറ്റുക, അല്ലെങ്കിൽ റിമൂവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഫങ്ഷൻസ് അവിടെ കഴിഞ്ഞു. ക്ലോക്കിന്റെ കേസിൽ ഇത്രേ ഉള്ളൂ. അതായത് ഡയറക്റ്റ് ഒരു ലൈൻ ആയതുകൊണ്ട് മാത്രം. അത് കൊൽക്കോമാക്കാം നമുക്ക്, പ്രശ്നമില്ല. പിന്നുള്ളത് അതിന്റെ റീസെറ്റ് ആണ്. റീസെറ്റ് പോകുന്നത് ഇവിടെ ഒരു രജിസ്റ്റർ ആണ്. ആ രജിസ്റ്ററിന് നേരെ സി പി യുയിലേക്ക്. അതും ഒന്നുമില്ല, റീസെറ്റ് ലൈന് മാത്രം. ഇതേപോലെ ഒരു രജിസ്റ്ററും ഒരു ഡയോഡും സി പി യും. ഇതും നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത മാതിരി ഇവിടെ വാല്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ പക്ക ആയിരിക്കും. വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രജിസ്റ്റർ ഡാമേജ് ഉണ്ടാവും, അല്ലെങ്കിൽ സി പി യുവിന്റെ
ലൈന് CPU ബോൾ ഡ്രൈ ആയി ഉണ്ടാവും. ഇത്ര കേസാണ് അതിൽ വരുന്നത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്ത് VCM പറഞ്ഞു, ക്ലോക്ക് പറഞ്ഞു, ഡാറ്റ പറഞ്ഞു, പിന്നെ അതേപോലെ തന്നെ വേറെ ഏതുള്ളത്, ഇനി ഏതെങ്കിലും ഉണ്ടോ? 4 പറഞ്ഞില്ലേ, ക്ലോക്ക്, റീസെറ്റ്, ഡാറ്റ, VCM. ഇതാണ് ഒരു സിമ്മിന്റെ ഇംപെഡൻസ് നോക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു വാല്യൂ നോക്കിയിട്ട് എങ്ങനെ ബാക്കോട്ട് പോകണമെന്ന് മനസ്സിലായി. ഇതിലുള്ള എല്ലാ വാല്യൂ കറക്റ്റ് ആണ്. എന്ത് വർക്ക് ആവണില്ല? സിം വർക്ക് ആവണില്ല. അങ്ങനെ തന്നെയാണോ? ഓക്കെ, നിങ്ങൾ പറഞ്ഞ സെറ്റ് ചെയ്തേന്നു. ക്വാൾകോം ഞാൻ പ്രോഡക്റ്റ് ഷോപ്പിലെത്തി ഒക്കെ തുറന്നു. ക്വാൾകോമില് സെയിം തന്നെയാണല്ലോ, വ്യത്യാസമൊന്നുമില്ലല്ലോ. അതില് ബിറ്റ് മാപ്പും ഉണ്ട്, മറ്റേ സർക്യൂട്ടും ഉണ്ട്. അത് രണ്ടും സെയിം തന്നെയാണ്, വ്യത്യാസമില്ല. രജിസ്റ്റർ വേറെ സ്ഥലത്താണെന്നുള്ളൂ. ഡാറ്റ ഇവിടെ വന്നു, ഇവിടേക്ക് വോൾട്ടേജ് ഷെയർ ചെയ്തില്ല. സ്ക്രീൻ ഷെയർ ആക്കും. ഇത് അതേപോലെ തന്നെ ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടുന്ന് CPU ഉണ്ട്. അപ്പോൾ ഈ റെജിസ്റ്റർ റിമൂവ് ചെയ്തിട്ട് ഇവിടുന്ന് കണക്ഷൻ ഉണ്ടോ നോക്കുക. ഇവിടേക്ക് അതിൻ്റെ എന്ത് വരുന്നുണ്ട്, ഒരു വോൾട്ടേജ് വരുന്നുണ്ട്. ആ വോൾട്ടേജ് ഇവിടെ ഉണ്ടോ നോക്കുക. അത്ര തന്നെ ഇതിനകത്തുള്ള ആ വോൾട്ടേജ് ഇതിൽ വരുന്നത് സിമ്മിൻ്റെ അകത്തു നിന്നാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അതേ വോൾട്ടേജ് ലൈൻ എന്തുകൊണ്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഈ IC-യിലേക്ക് പോകുന്നുണ്ട്, പവർ IC-യിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വോൾട്ടേജ് ഉണ്ടാന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഇംപെഡൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ രണ്ട് സൈഡത്തെ ഇംപെഡൻസ് ആവും. ഒന്ന് പവർ IC-ന്റെ ഇംപെഡൻസും വരും, ഒന്ന് CPU-ന് സൈഡത്തെ ഇംപെഡൻസും വരും. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് സമയത്ത് പറയുന്നത് ഒന്നിങ്ങനെ ഈ റെജിസ്റ്ററുകൾ റിമൂവ് ചെയ്തിടണം, CPU-ന്റെ കണക്ഷനുകൾ ഒഴിവാക്കണം. മനസ്സിലായില്ലേ? CPU-ന്റെ കണക്ഷൻ ഒഴിവാക്കാൻ കഴിയൂല, കാരണം ഡയറക്റ്റ് ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കണം. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ റെജിസ്റ്റർ നമുക്ക് ഒഴിവാക്കിയത് കാര്യം പവർ IC പൊക്കി വെച്ചിട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ഇംപെഡൻസ് വരുന്നുണ്ടോ നോക്കണം. മനസ്സിലായോ? ഇവിടേക്ക് പോകുന്നുണ്ടോന്ന് അറിയാൻ CPU-ന്റെ ഇത്. പിന്നെ മറ്റുള്ള കണക്ഷൻസ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് മാത്രമായിട്ട് ഡാമേജ് ഉള്ള ചാൻസ് കുറവായിരിക്കും. മറ്റുള്ള കൂടി നോക്കുക, നിങ്ങൾ വോൾട്ടേജ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക, അതിന് ശേഷം ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഇംപെഡൻസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ നോക്കുക. ഇവിടെ വരുന്ന വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കുക, ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. പിന്നെ സിമ്മിടണം നിർബന്ധമില്ല. അതിന്റെ ഒരു ഓൺ ആവുന്ന കുറഞ്ഞ സമയം കൂടെ വന്നു പോകും. പിന്നെ ഈ വരുന്ന ക്ലോക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് നിങ്ങളിതിലിപ്പോൾ ഇങ്ങനെ പോണത് ഒരു രജിസ്റ്റർ വഴി ഡയറക്റ്റ് CPU-യിലേക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇംപെഡൻസ് ഉണ്ടോ നോക്കിയാൽ മതി. അതേപോലെ തന്നെ ഡാറ്റ അതേപോലെ തന്നെ ഇങ്ങനെ പോയിട്ട് ഒരു രജിസ്റ്റർ വഴി ഇതിലേക്കാണ് പോകുന്നത്. പിന്നെ ഡാറ്റ അതേപോലെ ഇങ്ങനെ പോയിട്ട് ഒക്കെ പിന്നെ സിംഗിൾ ലൈനുകൾ തന്നെ വരുന്നുള്ളൂ. മനസ്സിലായി? റീസെറ്റ് ഇതേപോലെ സിംഗിളായിട്ട് ഒരു രജിസ്റ്റർ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ റീസെറ്റിലും ഈ പറയുന്ന റീസെറ്റിലും ഈ പറഞ്ഞ റീസെറ്റിലും ഇതിലും ഇംപെഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ലൈന് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആക്കി പോകേണ്ട ആവശ്യമില്ല. റീസെറ്റിലും ക്ലോക്കിലും സെപ്പറേറ്റ് ആയിട്ട് നോക്കേണ്ട നിങ്ങൾ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ, ഇതും. ഓക്കെ, ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കുക. അതേപോലെ ഇംപെഡൻസ് CPU-ന് സൈഡിൽ നിന്നാണോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇംപെഡൻസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിൽക്കട്ടെ. തൽക്കാലം നിങ്ങൾ ഇതൊക്കെ വരുന്നുണ്ടെന്ന് ചിലപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി അടുത്തൊരു സെക്ഷനും കൂടി പറയാനുണ്ട്, അതാണ് അതിന്റെ ഡിറ്റക്ഷൻ. ഓക്കെ, ഇപ്പൊ ഇത് നമ്മൾ നോക്കി, ഈ കാര്യങ്ങളിൽ ഇംപെഡൻസും കാര്യങ്ങളും ഓക്കെയാണ്. ഇനിയാണ് അടുത്ത സർക്യൂട്ട് വരുന്നത്, ഡിറ്റക്ഷൻ സർക്യൂട്ട്. ഈ ഡിറ്റക്ഷൻ സർക്യൂട്ട് നമുക്ക് എന്തിലൊക്കെ വരുന്നുണ്ട്,
ഈ ഹെഡ്സെറ്റ് ഇടുമ്പോൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, സിം ഇടുമ്പോൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ സർക്യൂട്ട് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കമ്പോണൻസ് അവിടെ ഉണ്ടോ ഇല്ലേ നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ അവിടേക്കുള്ള വോൾട്ടേജ് പവറേജ് കൊടുക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിം ഇടുന്ന സമയത്ത് സിം ഇട്ടുകണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് എന്തിനകത്ത് വരും, സിമ്മിൻ്റെ അടുത്തും വരും. അതേപോലെ തന്നെ നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ അകത്തും വരും ഡിറ്റക്ഷൻ സർക്യൂട്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഇപ്പോഴുള്ള വാല്യൂം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒറ്റയടിക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾ ബാക്കോട്ട് പോകാതെ തന്നെ എന്ത് ചെയ്ത് ഒറ്റയടിക്ക് ചെക്ക് ചെയ്ത് വാല്യൂ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് പോകേണ്ടത് കൊടുക്കുകയാണ്. സിം ഇട്ടുകണോ എന്നുള്ളത് പവറൈസി മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. അതെങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്യും? അപ്പോൾ ഈ ഡിറ്റക്ഷൻ സർക്യൂട്ട് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. അപ്പോൾ ഡിറ്റക്ഷൻ സർക്യൂട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഡിറ്റക്ഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കേസിൽ ഇതാണ് ഇതിൻ്റെ ഈ ഒരു എൻഡിലൊരു പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് സിമ്മിൻ്റെ ട്രേ. ഈ സിം ഇടുന്ന സമയത്ത് ഇവിടെ ഈ സാധനം കണ്ടങ്ങൾ ഇവിടെ സ്വിച്ച് മാതിരി കാണുന്നുണ്ടോ? കാണില്ലേ? ഈ സിം ട്രെയിൻ ഇവിടെ സിം ഇടുന്ന സമയത്ത് ഈ സാധനം ഒന്നെങ്കിൽ എന്ത് ചെയ്യും, ഈ സാധനം ഒന്നെങ്കിൽ ഷോർട്ട് ആവും അല്ലെങ്കിൽ അത് ഓപ്പൺ ആവും. ഈ രണ്ട് സ്റ്റേജിലാണ് എന്തുണ്ടാവുക, ഒരു ഡിറ്റക്ഷൻ സർക്യൂട്ട് ഉണ്ടാവുക. മനസ്സിലായോ? അതിലേക്ക് സിം നിങ്ങൾ ഇന്ന് പോയിട്ട് സിം ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുക, സിം ഇതിലേക്ക് എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഈ സാധനം എന്ത് ചെയ്യും, സിം ഇല്ലാത്ത സമയത്ത് ഇതേപോലെ ക്ലോസ് ഇങ്ങനെ ഷോർട്ടായിട്ട് കിടക്കും. സിം ഇടുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും, ഓപ്പൺ ആവും. ചില കേസിൽ എന്ത് ചെയ്യും, ഓപ്പൺ ആയിട്ട് കിടക്കും, സിം ഇടുന്ന സമയത്ത് അത് ഷോർട്ട് ആവും. ഇങ്ങനെ രണ്ട് രീതിയിലും സർക്യൂട്ട് വരാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഫുൾ ടൈം ടച്ച് ആയി കിടക്കുകയാണെന്നുണ്ടെങ്കിലോ? അത് നിങ്ങൾ സിം ഇടുന്ന സമയത്ത് എന്താണെന്ന് നിങ്ങൾ നോക്കുക, അത് ഓപ്പൺ സ്റ്റേജിലാണോ ക്ലോസ് സ്റ്റേജിലാണോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങളെ ഫോൺ ഏത് കണ്ടീഷനിലുള്ളത്? ഇന്റേത് ഇപ്പൊ കറന്റ്ലി അത് രണ്ടും മുട്ടിട്ട് കിടക്കുന്നത്. ഇത് രണ്ടും ആ സിം ഇടുന്ന സമയത്ത് എന്താ സംഭവിക്കണമെന്ന് നോക്കുവോ? വെറും സിം ഇട്ടാലും മതിയോ? ആ സിം ഇട്ടാൽ മതി. സിം ഇട്ടപ്പോഴും അതേമാതിരി തന്നെ മുട്ടിട്ട് കിടക്കുക. ആ, അപ്പൊ അതാണ് അതിന്റെ കംപ്ലൈന്റ്. ഇന്നലെ കുറെ ഇവിടെ വേറെ ഒരു മൂവിങ് ഒന്നും കാണുന്നില്ല അത് സിം ഇടുമ്പോഴും വരുമ്പോഴും. അപ്പൊ അതേപോലത്തെ വേറെ സിം ഉള്ള ഒരു ഫോൺ നിങ്ങളെ കയ്യിലുണ്ട് അവിടെ? ഇങ്ങനെ വരുമ്പോ ഫോൺ ഓഫ് ചെയ്ത് ഓൺ ആക്കിയാ പോരെ? അതേമാതിരി ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഡിറ്റക്ഷൻ ഒക്കെ. അപ്പൊ വേറെ ഏതെങ്കിലും അത് ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോണിന്റെ സിം ട്രെയിനുള്ളിൽ ഇടുമ്പോൾ അവിടെ എന്ത് ആക്ഷൻ ആണ് നടക്കുന്നത് ചെക്ക് ചെയ്താണ്. ഇപ്പൊ അയച്ച ഫോണൊന്നും ഉണ്ടാവൂല അല്ലേ? ഞാൻ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത്ര പോക്ക് ഇതിൻ്റെത് ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞത് ഇതാണ്. സിം ഇടുമ്പോ അത് ഓപ്പൺ ആകുന്നുണ്ട്. ഇതാണ് ആ സാധനം. ഇത് കണ്ടില്ലേ? അതിപ്പോ ഉള്ളത് ക്ലോസ് ആയിട്ടുള്ളത്, അതായത് ക്ലോസ് ആയിട്ടാണുള്ളത്. കണ്ട, അത് ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ സാധനം മേലക്കാണ് പൊന്തും. ഇപ്പൊ എന്തായി, ഓപ്പൺ ആയി. അത് മനസ്സിലായോ? അപ്പൊ നിങ്ങളെ ഫോണിൽ എങ്ങനെ കണ്ടീഷൻ? പുതിയതിലോ ഫൈലോ കംപ്ലൈന്റ് ഇല്ലല്ലോ? കംപ്ലൈന്റ് ഇല്ല, പൊന്തൊന്നും താവണൊന്നുമില്ല, അത് ഒരേ സ്റ്റേബിൾ ആയിട്ട് അപ്പോ അതിന്റെ ഇത് ഡാമേജ് ആയിരിക്കും. നിങ്ങൾ വേറെ സെറ്റിൽ നോക്കി നോക്കി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ?
ഇത് ഈ ചെറിയ സിമ്മ് ഒറ്റ സിമ്മ് വരുന്നതിലും മൾട്ടി ആയിട്ട് വരുന്നതിലും ഒക്കെ ഒരേ മാതിരി തന്നെയല്ലേ ഫംഗ്ഷൻ വരിക? ഒരു ഈ കണ്ട സ്മാർട്ട് ഫോണൊക്കെ ഉണ്ടായിട്ട് അവിടെ ഒറ്റ ഫോണില്ല ഇങ്ങനത്തെ അയച്ചേ ആ ചെക്ക് ചെയ്ത് നോക്കി സാറേ. ചെക്ക് ചെയ്ത് തരാം. അച്ചടിച്ച ഒരു ഫോണില്ല. എല്ലാ സെറ്റ് എല്ലാ ദിവസവും റെഡിയാക്കി പോണോണ്ടാണ് ഈ പ്രശ്നമൊക്കെ അല്ലേ? അതിന് സർക്യൂട്ട് ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ ഈ സ്റ്റേജില് സംഭവിച്ചിട്ടിരിക്കുന്നത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിലുള്ളത് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിംട്ര ഊരി കഴിഞ്ഞാല് സിമ്മിന്റെ അകത്തുള്ള ഇതൊരു സ്വിച്ച് ആണ്. ഇതാണ് സ്വിച്ച്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സിംട്ര ഇടുന്ന സമയത്ത് ഇതിപ്പോ നോർമലി ഇതെന്താണ് ഷോർട്ട് സർക്യൂട്ടിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ഉണ്ടാവും, ഒരു 1.8 വോൾട്ടേജ് ഇവിടെ ഒരു റെസിസ്റ്റർ വഴി വരുന്നുണ്ടാവും. ഓക്കെ, പറയാൻ ക്ലിയർ ആയോ? ഇതിന്റെ സർക്യൂട്ടാണ് പറയുന്നത്, ഡിറ്റക്ട് സർക്യൂട്ട്. ഇതെന്താണ്, ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ആക്ഷൻ കണ്ടുണ്ടാവും. സിം ഇടുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, നോർമലി ഇത് ഒരു സൈഡ് ഗ്രൗണ്ട് ആയിരിക്കും. ഓക്കെ, കണ്ടു ഇത് ഒരു സൈഡ് ഗ്രൗണ്ട് ആയിരിക്കും. ഇതൊരു സൈഡ് ഗ്രൗണ്ട് ആണ്. ഈ ഗ്രൗണ്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഉള്ള 1.8 വോൾട്ടേജ് എന്ത് ചെയ്യാണ്, സിം ഇടാത്ത സമയത്ത് എന്ത് ചെയ്യാണ്, ഈ 1.8 വോൾട്ടേജ് നേരെ ഇത് വരുന്നത് എവിടുന്നാണ്, പവർ ഐ സി നാം വരുന്നുണ്ടാവുക. ആ ഒരു 1.8 ഒരു റെസിസ്റ്റർ വഴി അവിടേക്ക് വന്ന് CPU enabling അതല്ലേ, ഇതെന്ത് ചെയ്യാണ്, ഇവിടുന്ന് ഒരു 1.8 വോൾട്ട് എന്ത് വരുന്നുണ്ട്, ഒരു റെസിസ്റ്റർ വഴി കടത്തി വിട്ടിട്ട് എന്ത് ചെയ്യാണ്, ഇവിടേക്ക് വരികയാണ്. ഇതിലേക്ക് ഈ സിംട്രന്റെ സർക്യൂട്ടിന്റെ ആ ഒരു ലൈനിലേക്ക് വരികയാണ്. ഇതിന്റെ പുറത്ത് വേറെയും കുറെ റെസിസ്റ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനേബിളിങ്ങിന് കുറെ പോയിന്റുകളുണ്ട്. അതായത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഈ 1.8 വോൾട്ട് ഇവിടെ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് എന്ത് ചെയ്യുള്ളൂ, സിം ഡിറ്റക്ട് ആവുള്ളൂ എന്നർത്ഥം ബേസ് റൂള്. ഇപ്പൊ നിലവിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ഒരു 1.8 വോൾട്ടേജ് ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിഗ്നൽ CPU വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ എന്തില്ല, CPUക്ക് ഈ വോൾട്ടേജ് ഇവിടെ കിട്ടുന്നില്ല. കിട്ടാത്ത കാരണം എന്താ, ആരെങ്കിലും പറയാൻ കഴിയുമോ? സിം ഇടാഞ്ഞിട്ടായിരിക്കും. സിം ഇടാൻ അത് ഗ്രൗണ്ട് ആയി പോണ്ട്. ഈ വരുന്ന 1.8 വോൾട്ടേജ് ഇവിടെ എന്ത് ചെയ്യാണ്, ഗ്രൗണ്ട് ആയിട്ട് പോവാണ്. ഗ്രൗണ്ട് ആയിട്ട് പോകുമ്പോൾ ഈ 1.8 വോൾട്ടേജ് ഇതിൽ കൂടെ ഗ്രൗണ്ട് ആയിട്ട് ഇവിടെ പോകുമ്പോൾ ഇവിടേക്ക് എന്ത് കിട്ടുന്നില്ല, ആ വോൾട്ടേജ് വരുന്നില്ല. ഈ ഫംഗ്ഷൻ വോൾട്ടേജ് വരാത്തത് കൊണ്ട് എന്താണ്, സിം എടുത്തിട്ടില്ല എന്നാണ് ആര് വിചാരിക്കുന്നത്, ഫോണ് വിചാരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ സിം ഇതിമേ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ പൊന്തുമ്പോൾ ഓപ്പൺ ആവും. അപ്പൊ ഓപ്പൺ ആകുമ്പോൾ എന്തായി, ഈ വോൾട്ടേജ് ഇങ്ങോട്ട് വന്ന് നിങ്ങളെ സ്റ്റേജിൽ അത് ഷോർട്ട് ആയി കിടക്കുന്നതുകൊണ്ട് ആ 1.8 എന്താണ്, ഗ്രൗണ്ട് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് അതൊന്ന് ഒരു ടൂസർ കൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് നിർത്തി ആ സാധനം അവിടെ എത്ര വാല്യൂ കാണിക്കണം നോക്കി. ആ ഒരു പോയിന്റിൽ, ഈ ഒരു പോയിന്റിൽ ഷോർട്ടായി കിടക്കുന്ന ആ ടെസ്റ്റ് ഇങ്ങനെ നോക്കുക. ഞാൻ സ്കീമാറ്റിക്സ് കാണിച്ചു തരാം നിങ്ങൾക്ക് ചെയ്യാനുള്ള മാർഗം. നിങ്ങൾ ഇപ്പൊ മൾട്ടിമീറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? മൾട്ടിമീറ്ററിൽ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ഷീൽഡ്, ഇവിടുത്തെ ഷീൽഡ് പൊക്കിക്കണോ, സിമ്മിന് ബുക്ക് ചെയ്ത് തന്നെയാണോ അതോ ഇവിടെ എത്ര വാല്യൂ നോക്കി? അടുത്ത വാല്യൂ 0.3. അത് ശരിക്ക് സിം ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, ഇംപെഡൻസ് ഉണ്ടാവും. അതായത് സിം ട്രേ ഇട്ട് കഴിഞ്ഞാൽ ഇംപെഡൻസ് ഉണ്ടാവും. സിം ട്രേ ഊരി കഴിഞ്ഞാൽ അവിടെ എന്താവും, 0.3 ആണ് വരിക. ഓക്കെ, അല്ലെങ്കിൽ 0.0 വരും. അപ്പോൾ എന്താ കംപ്ലൈന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഏത് കണ്ടീഷനിൽ, സിം ഇട്ട കണ്ടീഷനിലാണോ സിം ഇടാത്ത കണ്ടീഷനിലാണോ? ഇനി സിം ട്രേ അടി, അവിടെ സിം ട്രേ മാത്രം ഇട്ടാൽ മതി. സിം ട്രേ അടി ഇപ്പോൾ എത്ര വാല്യൂ
ഇപ്പോഴും സെയിം വാല്യൂ. യെസ്. അപ്പൊ അതിനെന്തുണ്ട്, കംപ്ലൈന്റ് ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായ. അപ്പോ സിം ഇടുന്ന സമയത്ത് അവിടെ ഒരു ഇംപെഡൻസും സിം ഇടാത്ത സമയത്ത് അവിടെ ഒരു 0 ആണ് അവിടെ എന്ത് വേണ്ടത്, റീഡിങ് വേണ്ടത്, വരേണ്ടത് ശരിക്ക് അല്ലെ. വരേണ്ടത്. അപ്പൊ ഇവിടെ സിം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഷോർട്ട് ആവുമ്പോൾ എന്ത് ചെയ്യും, ഈ ഗ്രൗണ്ട് ഇതിലൂടെ പാസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഒരു 0 കിട്ടും. ഓക്കെ. സിം ഇട്ട് കഴിഞ്ഞാൽ ഇതിവിടെ ബ്ലോക്ക് ആവണോണ്ട് എന്ത് ചെയ്യും, ഇവിടെ നിന്നുള്ള വരുന്ന ടോട്ടൽ ഇംപെഡൻസ് ഉണ്ടല്ലോ, അതായിട്ടൊരു വാല്യൂ ഒരു 300-600 അത് ഇവിടെ കിട്ടും. ഇത്രയേ ഉള്ളൂ ഡിറ്റക്ഷൻ സർക്യൂട്ടിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് രീതിയിൽ അത് ചെക്ക് ചെയ്യാൻ പറ്റുക. ഈ ലൂപ്പ്, ഈ ഒരു ഇതുണ്ടല്ലോ, അത് സിം ഇടുമ്പോഴാണോ സിം ഊരുമ്പോഴാണോ ഷോർട്ട് ആവണമെന്നുള്ള നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സിം ഇടുമ്പോഴാണോ ഷോർട്ട് ആവുന്നത്, സിം സിമ്മിന് tray ഇട്ടാ ഊരുമ്പോഴാണോ പോരെ? ഷോർട്ട് ആവുന്നത്. ആ സിമ്മിന് ട്രേ ഇട്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിങ്ങനെ നോക്കുമ്പോൾ ഒരു സാധനം സിം ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഓപ്പൺ ആവുന്നുണ്ട്. ഓപ്പൺ ആവുമ്പോൾ എന്തായി, ആ സർക്യൂട്ടിലേക്ക് വോൾട്ടേജ് CPU-ലേക്ക് എത്തുമെന്ന് മനസ്സിലായി. ഇങ്ങനെ ക്ലോസ് ചെയ്യണ സമയത്ത് എന്തായി, ആ കണക്ഷൻസ് അവിടെ ഷോർട്ട് ആയപ്പോൾ സിം എടുത്തു എന്ന് പറയും. പിന്നെ ആരോ ഒരാൾ ചോദിച്ചാൽ അത് ഓഫ് ആക്കി ഓൺ ആക്കിയാൽ അങ്ങനെ അത് വരൂല എന്നുള്ളത്. അത് ഈ ഷോർട്ടായി കിടക്കുന്ന കണ്ടീഷനിൽ അത് വരൂല. നേരെ മറിച്ച് ഏത് കണ്ടീഷനിൽ വരും, ഇത് ഓൾറെഡി ഓപ്പൺ ആയിട്ട് കിടക്കുന്ന കണ്ടീഷനിലാണ് ഉള്ളത് എങ്കിൽ എന്ത് ചെയ്യും, ഓഫാക്കി ഓൺ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സിം എടുത്തിട്ട് വരും. പക്ഷെ ഇത് ഓൾവേസ് എന്താണ്, ഷോർട്ട് സർക്യൂട്ടിലുള്ളത്. അപ്പം എന്താവൂല, സിം ഉള്ള സമയത്ത് നമ്മൾ ഉണ്ടെങ്കിലും ഇട്ടെങ്കിലും ഇല്ലെങ്കിലും ഓഫാക്കിയാലും ഓൺ ആക്കിയാലും അത് ഓൾവേസ് എന്താണ്, ഈ സർക്യൂട്ട് ഇവിടെ 0 ആണ് ഉള്ളത് അല്ലേ. അപ്പോ ഓഫാക്കി ഓൺ ആക്കിയാലും ഓൺ ആക്കാതെ ഓഫ് ആക്കിയാലും ഇവിടെ 0 ആണ്. എങ്ങനെ ഞാൻ ആ മുട്ടിക്കണ കമ്പി 2 വിലം കടിച്ച് അവിടെ തട്ടിച്ചാതെ വെച്ചപ്പോ പുറത്തെ വാല്യൂ 0.738. ഇനി അത് സിം ഇട്ട് നോക്കിയാൽ സിം വർക്ക് ആവും. ഓക്കെ. ആ സിം വർക്ക് ആവും. അപ്പൊ ഇതാണ് ഇതിൽ വരുന്നത്. ഇനി മറ്റേ സെനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇത് ഓപ്പൺ സർക്യൂട്ടിലാണ് ഉള്ളത് എങ്കിൽ എന്താവും, നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് സിം ഇട്ട് കഴിഞ്ഞാൽ ഓണായി വരുമ്പോൾ എന്ത് ചെയ്യും, വോൾട്ടേജ് ഇവിടേക്ക് വരും, സെറ്റ് എന്ത് ചെയ്യും, സിം എടുക്കും. പക്ഷെ നമ്മൾ സിം ട്ര ഊരി കഴിഞ്ഞാലും നോ സിം ആ എജക്ഷൻ ആയെന്നുള്ള ആ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, നോ സിം എന്നുള്ളത്, അത് എന്ത് ചെയ്യൂല, കാണിക്കൂല. ഓണിൽ സിം ഇട്ട് കഴിഞ്ഞാൽ എന്താവൂല, സിം എടുക്കൂല. അതാണ് റീസ്റ്റാർട്ട് ചെയ്താൽ കിട്ടുമോ? റീസ്റ്റാർട്ട് ചെയ്യാൻ കിട്ടും. അതായത് എങ്ങനത്തെ സ്റ്റേജിൽ, ഇത് ഓപ്പൺ സ്റ്റേജിലാണെങ്കിൽ, ഷോർട്ട് ആയിട്ടുള്ള സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊന്നും പോസിബിൾ ആവില്ല. എന്ത് ചെയ്യണം, ആ ഷോർട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്ന വേണം. ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സെറ്റിന് ഇപ്പോൾ സിംട്ര മാറ്റലൊരു ടാസ്ക് ആണല്ലോ. നിങ്ങളൊക്കെ നേരത്തെ സിം ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ കസ്റ്റമറോട് പറയാം എന്ത്, സിംട്ര മാറ്റാൻ 2000 റുപ്യ കോസ്റ്റ് ആവും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിം ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഫോൺ ഓഫ് ആക്കി, അങ്ങനെയാണെങ്കിൽ 1000-600 തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ആ രണ്ട് രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഡൈവേർട്ട് ചെയ്യുക. അതാണ് ഇതിൽ ചെയ്യാനുള്ള ഒരു മാർഗം. അപ്പോൾ ഇതിൽ ഉള്ള ബേസ് പ്രിൻസിപ്പിൾ ഇത്രേ ഉള്ളൂ. ഒരു സിമ്മിട്ര വർക്ക് ആവണേല് ഈ സംഗതി ഇതുവരെയായിട്ട് ചെക്ക് ചെയ്തിട്ടില്ല സാറേ. എങ്ങനെ ഈ പറഞ്ഞ ഈ ഒരു മെത്തേഡ് ഇതുവരെയായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യും. അതാ പറഞ്ഞത്, ഫോണിനകത്ത് അങ്ങനെ മേജർ കംപ്ലൈന്റ് ഇല്ല. ഫോണിനകത്ത് മേജർ കംപ്ലൈന്റ് ഒന്നും ഇല്ല. നിങ്ങളിപ്പോ വിചാരിച്ച സീപ്പൻ ഷീൽഡൊക്കെ നിങ്ങൾ പൊക്കിയപ്പോ ഇതിനു വേണ്ടിയിട്ട് ഷെയ്ഡൊക്കെ ബേജാറായിട്ട് വലിച്ചു പൊട്ടിച്ച് പ്രിന്റ് പോകുന്ന പൊക്കി. ഇപ്പൊ പവർ ഐസ് മാറ്റേണ്ടി വരും ഇങ്ങനെ ആലോചിക്കുക. നെറ്റ്വർക്കിന്റെ ഭാഗമൊക്കെ പൊക്കി, അവിടെയൊക്കെ വോൾട്ടേജ് വരുന്നുണ്ട്. ചെയ്യരുതാണ് മാത്രം നോക്കാനും അറിയില്ല. ഇത്രേ ഉള്ളൂ ആ സിമ്മ് വർക്ക് ആവുന്ന ഇതിലുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ, ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇതിന്റെ സർക്യൂട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വരച്ച് നോക്കാം. ഇതിന്റെ എങ്ങനെ. അല്ല സാറേ, അപ്പൊ ഈ ഹെഡ്ഫോണിന്റെ കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു മൂവിംഗ് പാർട്സ് ഇല്ലല്ലോ? ഹെഡ്ഫോണിന്റെ കേസിൽ അതിന്റെ അകത്ത് ഇങ്ങനൊരു മൂവിംഗ് പാർട്സ് ഉണ്ടാവും. പക്ഷെ ഹെഡ്ഫോണിന്റെ കേസിൽ മൂവിംഗ് പാർട്സ് അല്ലേ വരുന്നത്. ഹെഡ്ഫോണിന്റെ കേസിൽ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഹെഡ്ഫോണിന്റെ അകത്ത് ഇങ്ങനെയാണല്ലോ പോയിന്റ് ഉണ്ടാവുക അല്ലേ. ഹെഡ്ഫോണിന്റെ ഏറ്റവും ആ എൻഡ് ഭാഗത്തുള്ള മറ്റേ ഭാഗത്ത് ഗ്രൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും അല്ലേ. ബാക്കിൽ ലാസ്റ്റ് കുറച്ച് വീതി കൂടുതലല്ലേ, ഗ്രൗണ്ട് ആണല്ലോ.
ആ ആ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഓൾറെഡി ഇവിടെ ഗ്രൗണ്ട് ആയിരിക്കും. ഇത്രയും ഏരിയ അതിന്റെ ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഡിറ്റക്ഷന്റെ ഒരു പോയിന്റ് വന്നെടുക്കുന്നുണ്ടാവും, ഇവിടെ ഒരു വോൾട്ടേജും വന്നെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഇതിമ കൂടെ കയറിയിട്ട് ഇങ്ങനെ ഷോർട്ട് ആവും. മനസ്സിലായോ? അതായത് ഹെഡ്സെറ്റിന്റെ ഈ ഒരു ഏരിയ എത്ര ഒരേ കണക്ഷൻ ആയതുകൊണ്ട് അതിനുള്ളിൽ കൂടെ എന്ത് ചെയ്യാണ്, തട്ടുകയാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും. മനസ്സിലാണ്ടോ പറഞ്ഞേ? ക്ലിയർ ആയോ? അത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇതിന്റെ കേസിൽ ഇതാണ് നമുക്ക് എന്ത് ചെയ്തതിന്റെ സർക്യൂട്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. എന്താ സിം വർക്കായാ? ഞാനത് ഓണാക്കി കൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ശരിക്കും യൂസ് ചെയ്യേണ്ടത് വോൾട്ടേജ് ഡിവൈഡർ എന്ന് പറയുന്ന സർക്യൂട്ടാണ്. ആ സർക്യൂട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഡിറ്റക്ഷൻ സിഗ്നൽ വരികയാണ്. ഡിറ്റക്ഷൻ ഇതിന് സർക്യൂട്ട് ഉണ്ട്. ഈ സാധനത്തിന്റെ സ്കീമാറ്റിക്സ് ആൻഡ് സർവീസ് മാനുവൽ ഉണ്ടല്ലേ? സക്സസ് സക്സസ് ഇടയില്ലേ? ഓക്കെ. സർഫാൻകാ അങ്ങനെന്തോ വിഷമിച്ചിരിക്കണേ. സർഫാക്ക് ഉറങ്ങുന്നുണ്ടോ? ഇന്നലെ ഉറക്കം കിട്ടിയിട്ടില്ല സർഫാക്കാക്ക്. തുടങ്ങിയിട്ടില്ല. അത് കാണുന്നുണ്ട് നിങ്ങളെ മുഖത്ത്. എന്നാലും അത് അങ്ങനെ ചെയ്താളി. ആ സാധനം അപ്പം എന്ത് ചെയ്യുക, അങ്ങനെ റെഡിയാക്കി കൊടുക്കുക. ഇനിയിപ്പോ സർക്യൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ, പകുതി പൈസ വാങ്ങിക്കോളിട്ടോ. മൊത്തം ഗൂഗിൾ പേ കൂടെ. അതിന്റെ സിമ്മിന്റെ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് വരുന്നത്. സിമ്മിന്റെ എനേബിളിംഗ് എന്നുള്ള പോയിന്റ് ആണ് നമ്മൾ നേരത്തെ കണ്ട. ആ പോയിന്റിലേക്ക് എന്തുണ്ട്, ഒരു എനേബിളിംഗിന്റെ ഒരു രജിസ്റ്റർ വഴി ഇങ്ങനെ വരുന്നുണ്ട്. ഒരു രജിസ്റ്റർ വഴി എന്തുണ്ട്, ഗ്രൗണ്ടിലേക്ക് ഉണ്ട്. ഇത് ഇവിടുന്ന് വേറൊരു സംഗതി വഴി ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മളെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2 പോയിന്റിനകത്ത് ആണ് നമ്മൾ കളികളുള്ളത്. ഇവിടെ എന്തുണ്ട്, ഒരു എനേബിളിംഗ് സിഗ്നൽ വരുന്നുണ്ട്. ഇവിടെ 100K ഒരു രജിസ്റ്റർ ഉണ്ട്. ഇവിടെ എന്തുണ്ട്, നേരെ എനേബിളിംഗ് ആയിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സിം ഇടുന്ന സമയത്ത് അത് ഗ്രൗണ്ട് ആയി പോവുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യുക, ഇതിൽ ഈ സർക്യൂട്ടിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ കുറെ പ്രിസെറ്റ്, UMI, ENT, ST കുറെ സംഗതി 1.8 കുറെ ഉണ്ട്. അപ്പോൾ ഈ ഡിറ്റക്ഷന്റെ കേസിൽ ആ ഇതൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെ പോയിട്ട് നേരത്തെ പറഞ്ഞ ബാക്കോട്ട് പോയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെ നോക്കാം. ഇവിടെ 1.8 വരുന്നുണ്ടോ വരുന്നില്ല എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ആക്കാൻ പറ്റും. ഓക്കെ. ഇന്ന് വല്ലതും മനസ്സിലായോ? അപ്പോ ഇവിടെ നടക്കുന്നത് ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടാണ്. വോൾട്ടേജ് ഡിവൈഡർ എങ്ങനെ ഐഫോണിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇനി അടുത്ത ഐഫോണിൽ ഇങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് പോയിട്ട് നിങ്ങളടുത്തുള്ള എല്ലാ സിമ്മിന്റെ സെക്ഷൻസും നിങ്ങൾ ഇതേപോലെ എന്ത് ചെയ്യുക, ഒന്ന് വരച്ച് നോക്കുക. സ്കീമാറ്റിക്സ് വരക്കാനും മനസ്സിലായില്ലേ എങ്ങനെയാണുള്ളത്, ഓരോ പോയിന്റിൽ എന്താണോ ഉള്ളത് വരക്കല്, അതറിയില്ലേ? അത് മനസ്സിലായില്ലേ? സ്കീമാറ്റിക്സ് എന്ത് ചെയ്യുക, നമ്മൾ ബിറ്റ് മാപ്പ് ഉള്ളതിന് ബിറ്റ് മാപ്പിൽ ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യണം ആദ്യം പോകുന്നത് ഏതാണ് നോക്കുക, അതിന്റെ ലൈനിന്റെ പേര് എഴുതുക. പിന്നെ അവിടുന്ന് വേറെ എന്തെങ്കിലും കമ്പോണൻസ് പോകുന്നുണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ എഴുതി പോവുക. എന്നിട്ട് അതിലേക്ക് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ബിറ്റ് മാപ്പിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഇതേപോലെ പെന്നും പേപ്പറും എടുത്ത് വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പഠിക്കുക. കുറച്ച് സർക്യൂട്ട് മാത്രം പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കുള്ള കാര്യങ്ങളൊക്കെ മൈൻഡിൽ ഉണ്ടാവും. ഓക്കെ. ഒന്ന് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3, 4, 5 സെറ്റിന്റെ സിംട്രാന്റെ സർക്യൂട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാനുവലി ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഐഫോണിന്റെ സിംട്രേ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് ഒരു കംപ്ലൈൻറ്റ് നമ്മൾ കണ്ടെത്തുന്നത്. വിചാരിക്കും പോലെ വലിയ കോംപ്ലിക്കേറ്റഡ് കംപ്ലൈൻ്റ് അല്ല. ഇപ്പോൾ ദിലീപിന് സംഭവിച്ചു പോയിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതെന്താണ്, നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യണം,
എങ്ങനെ OL വന്ന് എന്ത് ചെയ്യണം, 00 വന്നാൽ എന്ത് ചെയ്യണം, 100 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ഐഡിയ നമുക്ക് ഉണ്ടായാലും മാത്രം മതി. ബാക്കിയുള്ള എല്ലാ സംഗതി എന്താണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, നിർത്തല്ല എന്നാല്. ഇപ്പൊ റമദാൻ ആയതുകൊണ്ട് 1 മണിക്കൂറൊക്കെ എടുത്താ പോരെ? ചെറുപ്പക്കാരുടെ ക്ലാസ് മതി സാർ. വീഡിയോ ഒന്നും കൂടി ഇന്നൊന്ന് കാണണട്ടാ. കൊറേ 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 കേട്ടിട്ടില്ല. അല്ല അത് ഞാൻ എന്താ അറിയോ, ആ. ഇന്നലെ ഇത് രാവിലെ വരെ ഉറങ്ങിയിട്ടില്ല. ഓക്കെ ഓക്കെ. നമുക്ക് ഇവിടെ സൗദിയില് സുബൈ വരെ ഉണ്ടായതിനുണ്ടേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്നാലും എന്ത് ചെയ്യാ, അതാണ്. റമദാൻ 2 മണി സോറി. വരെ ഷോപ്പ് ഉണ്ടാവും. ഇത് ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സൈഫുദ്ദീൻ, നിയാദ്, ഇല്യാസ്, മറൂഫ്, സുബൈർ, സുബി. ഓക്കെ ഓക്കെ ആണോ? ഇനി ഓക്കെ ആണോ നിങ്ങൾ എന്ത് ചെയ്യാ? എങ്ങനെ ക്ലിയർ ആയില്ല? എങ്ങനെ? ഹലോ, എങ്ങനെ കേട്ടില്ല? പറഞ്ഞോളൂ. കംപ്ലൈന്റ് ആയാലും ഒരേ രജിസ്റ്റർ കംപ്ലൈന്റ് ആയാലും വരും. അതേ പ്രശ്നം വരില്ലേ ആ ഗ്രൗണ്ടിൽ? ഗ്രൗണ്ടിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം വരും. അടുത്ത രജിസ്റ്ററിന് പ്രശ്നം വന്നാൽ ഇത് വരും. അപ്പൊ സർക്യൂട്ട് നോക്കി വരച്ചിട്ട് മാനുവലി അതൊക്കെ ഇപ്പോ മറ്റുള്ള നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു ഡാറ്റ എങ്ങനെ ചെക്ക് ചെയ്തത്, ആ ലൈന് ചെക്ക് ചെയ്ത മാതിരി ബാക്കോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ അവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ പ്രശ്നം, നമ്മളത് എന്താണോ നമ്മളെ മുന്നിലുള്ള പ്രശ്നം, ആ പ്രശ്നത്തിന്റെ ബാക്കോട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ട്രേസ് ചെയ്താൽ മതി. ഇനി അതിൽ വരുന്ന സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടാണ്. ഇതൊക്കെ എന്താണെന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ ക്ലാസ്സിലൊക്കെ ആയിട്ട് നമുക്ക് പഠിക്കാം. നാളെ ബുധനാഴ്ച, നാളെ ക്ലാസ് ഉണ്ടാവില്ല, മറ്റന്നാളത്തെ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിൽ ഏതായാലും ഒരു 1000 രൂപ സർവീസ് ചാർജ് വാങ്ങിക്കോളി, എന്നിട്ട് സെറ്റ് ആയിക്കോളി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ഗൂഗിൾ പേ താങ്ക് യു.